ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മുത്തങ്ങ സംഭവം. എന്നാൽ മുത്തങ്ങ ഒറ്റപ്പെട്ട ഒന്നായിരുന്നു. കേരളത്തിന്റെ മണ്ണിൽ ഇതിനു മുൻപും ശേഷവും പോലീസിന്റെ തോക്കുകൾ ഗർജിച്ചിട്ടുണ്ട്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. എണ്ണമറ്റ ചോദ്യങ്ങൾ ബാക്കിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ സംഭവങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ്. എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നു? ആരാണ് ഉത്തരവാദികൾ? നീതി പലപ്പോഴും വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തോ? നമുക്ക് പരിശോധിക്കാം. മുത്തങ്ങ സംഭവം 2003 ഫെബ്രുവരി 19 വയനാട്ടിലെ മുത്തങ്ങ വനഭൂമിയിൽ സ്വന്തം മണ്ണിൽ അവകാശത്തിനായി സമരം ചെയ്ത ആദിവാസി ഗോത്ര മഹാസഭ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി എന്ന മുദ്രാവാക്യം ഉയർത്തി CK ജാനുവിന്റെയും ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ നടന്ന സമരം അക്രമാസക്തമായപ്പോൾ ഒരു പോലീസുകാരനും ജോഗി എന്ന ആദിവാസി യുവാവും കൊല്ലപ്പെട്ടു. എന്നാൽ മരണസംഖ്യ ഇതിലധികമാണെന്നും നിരവധി പേർക്ക് ക്രൂരമായ മർദ്ദനമേറ്റെന്നും ആരോപണങ്ങൾ ഉയർന്നു. നരിവേട്ട ഈ മുറിവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സർക്കാർ വാഗ്ദാനങ്ങൾ പലതും ജലരേഖയായി. മുത്തങ്ങ ഇന്നും ഒരു നീറുന്ന ഓർമ്മയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് അതിനും ഒരു ദശാബ്ദം മുൻപ് 1994 നവംബർ 25 കണ്ണൂരിലെ കൂത്തുപറമ്പ് മറ്റൊരു വെടിവെപ്പിന് സാക്ഷിയായി. അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ DYFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. റോഷൻ, ഷിബുലാൽ, മധു, ബാബു, രാജീവൻ എന്നീ 5 യുവജീവിതങ്ങളാണ് അന്ന് പൊലിഞ്ഞത്. പുഷ്പൻ എന്ന യുവാവ് കഴുത്തിന് വെടിയേറ്റ് ശരീരം തളർന്ന് ഏറെക്കാലം കിടപ്പിലായതിനു ശേഷം 2024 സെപ്റ്റംബർ 24 മരണമടഞ്ഞു. വിദ്യാഭ്യാസ കച്ചവടത്തിനും പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരണത്തിനുമെതിരെയായിരുന്നു ആ പ്രതിഷേധം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അമിത ബലപ്രയോഗം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഭീമാപള്ളി വെടിവെപ്പ് 2009 മെയ് 17 തിരുവനന്തപുരം ഭീമാപള്ളി കടപ്പുറം ചോരയിൽ കുതിർന്നു. പ്രദേശത്തെ ഗുണ്ട ആക്രമണങ്ങളിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നാരോപിച്ച് നടന്ന പ്രതിഷേധമാണ് സംഘർഷത്തിലും വെടിവെപ്പിലും എത്തിയത്. 6 മത്സ്യത്തൊഴിലാളികളാണ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മുന്നറിയിപ്പില്ലാതെ പോലീസ് വെടിവെച്ചുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ജുഡീഷ്യൽ അന്വേഷണത്തിനും വഴിതെളിച്ചുവെങ്കിലും ഇരകൾക്ക് നീതി ലഭിച്ചോ എന്ന് ഇന്നും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ. സമീപ വർഷങ്ങളിൽ കേരളത്തിലെ വനമേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യവും പോലീസ് ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു വരികയാണ്. 2019 പാലക്കാട് അട്ടപ്പാടിയിലും 2020 വയനാട് പടിഞ്ഞാറത്തറയിലും ഉൾപ്പെടെ നിരവധി ഏറ്റുമുട്ടലുകളിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഈ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും വ്യാജമാണെന്നും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളാണെന്നും മനുഷ്യാവകാശ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ആരോപണം ഉന്നയിക്കുന്നു. ഓരോ ഏറ്റുമുട്ടൽ മരണവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഭരണകൂടം ഭീകരതയെ നേരിടുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥയും പുറത്തുവരുന്നു. ഭീമാപള്ളി, കൂത്തുപറമ്പ്, മുത്തങ്ങ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ, ഈ സംഭവങ്ങളെല്ലാം ചില പൊതുവായ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുന്നു. പോലീസ് എപ്പോഴാണ് വെടിവെക്കേണ്ടത്? ആരുടെ സംരക്ഷണത്തിനാണ് ഈ വെടിയുണ്ടകൾ? ഓരോ വെടിവെപ്പിന് ശേഷവും നടക്കുന്ന അന്വേഷണങ്ങൾ എത്രത്തോളം നിഷ്പക്ഷവും ഫലപ്രദവുമാണ്? ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും യഥാർത്ഥ നീതി ലഭിക്കുന്നുണ്ടോ? നരിവേട്ട പോലുള്ള സിനിമകൾ ഇത്തരം ഓർമ്മപ്പെടുത്തലുകളാണ്. ചരിത്രത്തിലെ ഈ സംഭവങ്ങൾ കേവലം വാർത്തകൾ മാത്രമല്ല, ഭരണകൂടത്തിന്റെയും നിയമപാലകരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.